മുഖ്യമന്ത്രിക്കെതിരെ വിമർശനവുമായി പി.സി. ചാക്കോയുടെ ഓഡിയോ സന്ദേശം. മന്ത്രിമാറ്റത്തിന് മുഖ്യമന്ത്രി തയ്യാറാകാത്തതിലാണ് വിമർശനം കുറുക്കിക്കൊള്ളും വിധം മുഖ്യമന്ത്രിയോട് സംസാരിക്കാൻ അറിയാമെന്നും പി.സി. ചാക്കോ. NCP തിരുവനന്തപുരം ജില്ലാ നേതൃയോഗത്തിലാണ് ചാക്കോയുടെ വിമർശനം. ഈ തീരുമാനം തെറ്റാണെങ്കിൽ എന്തിനു മുഖ്യമന്ത്രിയെ കാണണം? മുഖ്യമന്ത്രിയെ കണ്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ ഒരു ചേഞ്ച് വേണോ, ഞങ്ങളതിൽ നിർബന്ധം പിടിക്കരുത് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ശ്രീ ശരത് പവാറിന്റെ നേതൃത്വത്തിലെടുത്തൊരു തീരുമാനമാണ്, ഞങ്ങളുടെ പാർട്ടിയുടെ ഒരു തീരുമാനമാണ്, അത് നടപ്പാക്കണം. അതിനപ്പുറത്തോട്ട് ഞാൻ പറഞ്ഞില്ല. എനിക്ക് പലതും പറയാമായിരുന്നു. ജനാധിപത്യ കീഴ്വഴക്കങ്ങൾ എന്താണ്, ഘടകകക്ഷികളുടെ തീരുമാനങ്ങളെ എങ്ങനെയാണ് ഒരു മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യേണ്ടത് എന്നൊക്കെ എനിക്ക് പറയാം. എനിക്ക് പത്രസമ്മേളനത്തിൽ പറയാം. എനിക്ക് ഇടതുപക്ഷ മുന്നണിയിൽ കാര്യം ഉന്നയിക്കാം. നല്ല പബ്ലിസിറ്റി കിട്ടും. എനിക്ക് നല്ല മുറിക്ക് കൊള്ളുന്ന പോലെ മുഖ്യമന്ത്രിയുടെ നെഞ്ചത്ത് നോക്കി സംസാരിച്ചാൽ അല്ലെങ്കിൽ കൊള്ളുന്ന അമ്പുകൾ പോലെ എഴുതി വിടാം. അമൽ തേനമ്പറമ്പിൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അമൽ, ഗുഡ് മോർണിംഗ്. ഇത് പൊതുവിൽ ഒരു ശബ്ദ സന്ദേശം റെക്കോർഡ് ചെയ്തതാണോ, അല്ലെങ്കിൽ ഇത് ആർക്കെങ്കിലും അയച്ചതാണോ? പിന്നെ നേരിട്ട് നോക്കി 4 വാചകം പറയാൻ അറിയാമെന്ന് പറയുന്നു എങ്കിൽ അത് നേരിട്ട് പറയുകയും ആവാമല്ലോ. വിശദാംശങ്ങൾ എന്താണ്? നേരിട്ട് പറയാനുള്ള മടി കൊണ്ട് ഇത്തരത്തിലൊരു ശബ്ദ സന്ദേശം പുറത്തേക്ക് വന്നതാണോ, അതോ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ NCPയുടെ ജില്ലാ കമ്മിറ്റിയിൽ കഴിഞ്ഞ കുറേ കാലമായി വലിയ വിഭാഗീയത നിലനിൽക്കുകയാണ്. തൊട്ടു മുൻപിരുന്ന ജില്ലാ പ്രസിഡന്റിനെതിരെ നടപടി വന്നു. അങ്ങനെ ആറ്റുകൽ അജി എന്ന് പറയുന്ന മുൻ ജില്ലാ പ്രസിഡന്റും അതോടൊപ്പം തന്നെ സംസ്ഥാന പ്രസിഡന്റും തമ്മിലുള്ള തർക്കം ഇങ്ങനെ കുറേ കാലമായി നിലനിൽക്കുന്നതാണ്. അജിയെ പിന്തുണയ്ക്കുന്ന കുറേ ആളുകൾ ഇപ്പോഴും ജില്ലാ കമ്മിറ്റിയിലൊക്കെ ഉണ്ട്. കഴിഞ്ഞ തവണ ഈ ജില്ലാ കമ്മിറ്റി യോഗത്തിന് ശേഷം വലിയ രീതിയിലുള്ള വിമർശനവും ഉയർന്നു വന്നിരുന്നു. പി.സി. ചാക്കോയ്ക്കെതിരെ ഗുരുതരമായ ചില ആരോപണങ്ങൾ അന്ന് ഒരു വിഭാഗം ആളുകൾ ഉന്നയിക്കുകയും ചെയ്തതാണ്. അതിനുശേഷമാണ് കുറച്ച് ദിവസങ്ങൾ ഇങ്ങനെ വൈകിയാണ് എങ്കിലും 3 ദിവസം മുൻപാണ് ജില്ലാ കമ്മിറ്റി യോഗം നടന്നത്. അതിനുശേഷം ഇപ്പോൾ ഇങ്ങനെ ഒരു ഓഡിയോ പുറത്തേക്ക് വരുന്നു. അത് പി.സി. ചാക്കോയ്ക്ക് നേരിട്ട് പറയാൻ മടിയുള്ള കാര്യം മുഖ്യമന്ത്രിയെ അറിയിക്കാനായി പറഞ്ഞതാണോ, അതോ എതിർവിഭാഗം എടുത്ത് പുറത്തേക്കിട്ടതാണോ എന്നുള്ളതാണ് ഇനി അറിയേണ്ട കാര്യം. പി.സി. ചാക്കോ എന്തായാലും ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. പി.സി. ചാക്കോയുടെ പ്രതികരണത്തിനായി വിളിച്ചിരുന്നു, പക്ഷേ ഫോണിൽ ബന്ധപ്പെടാൻ സാധിക്കുന്നില്ല. അതോടൊപ്പം തന്നെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിലുള്ള ആളുകളും ഈ വിഷയത്തിൽ ഒരു വ്യക്തമായ പ്രതികരണത്തിന് തയ്യാറാകുന്നില്ല. എന്തായാലും മന്ത്രിമാറ്റവുമായി ബന്ധപ്പെട്ട് ശക്തമായ നിലപാട് തന്നെ പി.സി. ചാക്കോ വിഭാഗം സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. മന്ത്രിമാറ്റം ഉണ്ടാവണം, A.K. ശശീന്ദ്രനെ മാറ്റി തോമസ് കെ തോമസിനെ മന്ത്രിയാക്കണം എന്നുള്ള നിലപാടിൽ തന്നെ അവർ ഉറച്ചു നിൽക്കുന്നു. പക്ഷേ മുഖ്യമന്ത്രിയുടെ ഒരു തീരുമാനം ഇതിൽ നിർണായകമായി ശശീന്ദ്രൻ തുടരുന്നു എന്നുള്ളതാണ് ഈ ശബ്ദ സന്ദേശത്തിൽ നിന്ന് ഇപ്പോൾ വ്യക്തമാകുന്നത്. മോദി. ശരി അമൽ.